ഇതെന്താ ഈ നേരത്തെ ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ തോന്നാൻ? ഒരുപക്ഷെ ഇനി ഒരിക്കലും പറ്റിയില്ലെങ്കിലോ? അമ്മയല്ല അങ്ങനെയൊക്കെ പറയുന്നേ. ഒന്നുമില്ല മോളെ, ഏടത്തി ഞാനും നാളെ പോവല്ലേ. ഇങ്ങനെ പാടുന്ന ഒരാളുടെ മോളാണെന്ന് പറയാൻ എന്തൊരു അഭിമാനാന്നറിയോ? എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കഴിച്ചാലോ? അതെ, അങ്ങനെ അങ്ങ് തനിച്ച് കഴിച്ചാലോ? എനിക്കിന്ന് മോള് ഭക്ഷണം വാരി തന്നാ മതി. ആണോ? അതിലെ സന്തോഷമുള്ള കാര്യം എന്താ? വരൂ, നന്ദി. വരൂ. നീ എന്റെ മോഹനല്ലേടാ. നിങ്ങൾ കഴിക്കേ.
എങ്കിൽ പിന്നെ ഈ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു സെൽഫി എടുത്താലോ? ഓക്കേ. ഓക്കെ വാ. വാ. ആ, ഒരു മിനിറ്റ്. മാഡം, സത്യം പറഞ്ഞാൽ ഈ കാവൽ ജോലി ഞങ്ങൾക്ക് ബോറടിക്കുന്നതിലൊന്നാ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മാഡത്തിൻ്റെ കൈകൊണ്ട് ഭക്ഷണം വിളമ്പി തരുന്നത്, ഒരു പാട്ട് കേൾക്കുന്നത്, അതൊരു ഭാഗ്യം തന്നെയാണ്. നാളെ ഒന്ന് സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ മതി എന്നാ. അത്ര വലിപ്പമൊന്നും നിങ്ങൾ എനിക്ക് കാണണ്ട. ഞാനും നിങ്ങളെ പോലെ ഒരാളാ, അത്രേ ഉള്ളൂ. ശരി മാഡം. ശരി മാഡം. ശരി. ഇതെന്താ ഈ നേരത്തെ ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ തോന്നാൻ? ഒരുപക്ഷെ ഇനി ഒരിക്കലും പറ്റിയില്ലെങ്കിലോ? അമ്മയല്ല അങ്ങനെയൊക്കെ പറയുന്നേ. ഒന്നുമില്ല മോളെ, ഏടത്തി ഞാനും നാളെ പോവല്ലേ. പിന്നെ അവിടുന്ന് വന്നാലും ദാ ആരതി വരണം. പിന്നെ ഈ പോലീസുകാര് അവരൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, ഈ ഒത്തുചേരലിന്റെ ഫോട്ടോ എന്തായാലും വേണം, അത്രേ ഉള്ളൂ. അതെ, ഇങ്ങനെ കഥ പറഞ്ഞ് നേരം വെളുപ്പിക്കാനാണോ പരിപാടി? ആരതിയുടെ കോടതി കഥകൾ കേൾക്കുമായിരുന്നു ഏടത്തി, നല്ല രസമുണ്ട്. എന്തായാലും ഇനി കൂടുതൽ കഥയൊന്നും പറയണ്ട. ശ്യാമ നേരത്തെ പോയി കിടന്നുറങ്ങിക്കോ. ചെറിയമ്മേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. തനിച്ചു പോവാണോ നീ ഇപ്പോ? ആരതി, വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവിടാം. അതെ, ഈ നല്ല നല്ല വില്ലന്മാരുടെ ഭീഷണിയൊക്കെ മറികടന്ന് ഇവിടെയല്ല, അങ്ങ് പുറത്ത് വലിയ വലിയ നഗരങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ആളാ ഞാൻ. അവിടെയുള്ള കുഴപ്പക്കാരൊന്നും ഇവിടെ ഇല്ല. തൽക്കാലം ആരതിവർമ്മയുടെ അടുത്തേക്ക് ആരും വരില്ല. വന്നാൽ തന്നെ അവർക്ക് രക്ഷയില്ല. ചേച്ചി നല്ല ഇടിക്കാരിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോ ഒരാളുടെ സാക്ഷിപത്രം കിട്ടിയല്ലോ. ആ, എന്നാ ചെറിയമ്മേ, ഞാൻ ഇറങ്ങാം. രാവിലെ വിളിച്ചോളാം.